ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 𝗒𝚗𝚜𝗚 എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം തന്നെ ഒരു മോഡ് ഉണ്ടാക്കാൻ പോയി. മോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്രാക്ക്ഡ് വേർഷൻ. നമുക്കൊരു ആപ്പിൻ്റെ പ്രീമിയം അൺലോക്ക് ചെയ്യുന്നതാണ് മോഡ്. അപ്പോൾ ഇഷ്ടംപോലെ വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിലും നമുക്ക് നമ്മളെ സ്വന്തമായിട്ട് അതും ഫോണിൽ ചെയ്യാൻ പറ്റിയാലോ. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പ്രോബ്ലമാണ്, അതിൽ പ്രീമിയം കാണും, ആഡ് കാണും. പ്രീമിയം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഓപ്ഷൻ അത് ലോക്ക് ചെയ്യും. എന്നാൽ ഇന്ന് ഞാൻ 𝗵𝚘𝗕𝗏 എന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയ ഒരു ആപ്പിൻ്റെ മോഡ് ഉണ്ടാക്കാൻ പോവുകയാണ്, അതും ഫോണിലൂടെ. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ആപ്പ് വേണം. ആപ്പിൻ്റെ പേരാണ് 𝗒𝚗𝚕𝚘𝚕𝚘𝚠 എന്നാണ്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്കത് ചെന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ആപ്പ് യൂസ് ചെയ്ത് നമ്മൾ ഈ 𝗵𝚘𝗕𝗏 എന്നുള്ള ആപ്പിൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം ഇമേജസും ഐക്കണും മാറ്റുന്നു. 𝗵𝚘𝗕𝗏 മാറ്റി 𝗵𝚘𝚕𝚗 എന്നാക്കുന്നു. അല്ല, രണ്ട് ലോക്ക് ഫങ്ഷൻസൊക്കെ അൺലോക്ക് ചെയ്യുന്നു. ഞാൻ പ്രീമിയം അൺലോക്ക് ചെയ്യുന്നു, കൂടാതെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നു, ആഡും കളയുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ ഇനിയും തുടരുന്നതാണ്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും താഴ്ച സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ലൈക്കും കൂടെ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നിവിടെ എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മോഡാക്കാൻ പോകുന്ന ആപ്പിൻ്റെ പേരാണ് 𝗵𝚘𝚕𝚗𝚏. ഇത് വളരെ സൈസ് കുറവുള്ള 1 MB ഉള്ള ഒരു ആപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. 10 ലക്ഷത്തോളം പേര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് കാണും. ഇതിൻ്റെ യൂസാണ് നമ്മളുടെ ബ്ലൂടൂത്ത് ഡിവൈസ്, അതിനിപ്പോൾ ഒരു സ്പീക്കർ ആയിക്കോട്ടെ, അതൊരു ബാൻഡ് ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, അതിലൊരു മൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ മൈക്കിൽ റെക്കോർഡ് ചെയ്യാം. എന്ന് പറയുമ്പോൾ വയർലെസ് ആയിട്ട് മൈക്ക് റെക്കോർഡ് ചെയ്യുക എന്ന ഇത് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇനേബിൾ ചെയ്താൽ നമ്മുടെ ഏതാണ് എയർപോഡ് ആയിക്കോട്ടെ, അതിൽ ഓഡിയോ റെക്കോർഡാവും. അപ്പോൾ ഇതിന് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. രസം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രീമിയം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടി 85 രൂപയാണ്. 241 KB ഉള്ളൂ. എന്തുകൊണ്ടാണ് ആ KB എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന എഡിറ്റിംഗ് ആണ് അവരവിടെ ചെയ്തേക്കണം. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് നടക്കുന്നത് വെച്ചാൽ നമ്മൾ 𝗵𝚘നെ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് അപ്പോൾ 𝗵𝚘𝚕𝚗𝚏 എന്നാണ് പേര്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടില്ല, MPLൻ്റെ ആഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആഡ് ഉണ്ടെന്ന് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ഇത് ഓൺ ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുന്ന ആനിമേഷൻ കണ്ട ഗൈസ്. ഓഫ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ മാറ്റും. ഇവിടെ മാറ്റിയിട്ട് കുറച്ചും കൂടെ വണ്ടർഫുൾ ആയിട്ടുള്ള ആനിമേഷൻ ആക്കും. ആപ്പിൻ്റെ ലോഗോ മാറ്റും. ആപ്പിൻ്റെ ലോഗോ കുറച്ചും കൂടെ മികച്ചതാകും. അപ്പോൾ ഗൈസ്, അപ്ഗ്രേഡ് ടു പ്രീമിയം എന്ന് എഴുതിയേക്കണം കണ്ടില്ല. അപ്പോൾ ഇത് നമുക്കിനി ആവശ്യമില്ല. കാര്യം നമ്മൾ ഈ മോഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ സാധനം ആവശ്യമില്ലാത്തതാണ്. ഇനി നമ്മളിവിടെ മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 കാര്യം വരും, പ്രിഫറൻസും ഡിവൈസ് സെറ്റിങ്സും. ഈ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സും, ഡിവൈസ് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് സെറ്റിങ്സുമാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൻ്റെ റീനെയിം ചെയ്യും. ഇതിനെ റീനെയിം ചെയ്ത് പ്രിഫറൻസ് നമുക്ക് സെറ്റിങ്സ് എന്നും, ഡിവൈസ് സെറ്റിങ്സ് ബ്ലൂടൂത്ത് സെറ്റിങ്സ് എന്നും നമ്മൾ മാറ്റും. അപ്പോൾ ഗൈസ്, ഞാൻ പ്രിഫറൻസ് എടുത്ത് കാണിച്ചു തരാം. ഗൈസ്, പ്രിഫറൻസിൽ ഫസ്റ്റ് തിങ് റീസ്റ്റാർട്ട് ആഫ്റ്റർ കാൾ റിക്വയർഡ് പ്രീമിയം. ഇത് നമ്മൾ അൺലോക്ക് ചെയ്യും. ഈ സാധനം നമ്മൾ അൺലോക്ക് ചെയ്യും. രണ്ടാമത്തത് ആൻഡ്രോയിഡ് കളർ റിക്വയർഡ് പ്രീമിയം. ഇത് രണ്ടും മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ബട്ടൺ നമ്മൾ ഇനേബിൾ ചെയ്യും. 1 രൂപ പോലും കൊടുക്കാതെ ഇനേബിൾ ചെയ്യും. കൂടാതെ റിക്വയർഡ് പ്രീമിയം മാറ്റി ഇനേബിൾഡ് ബൈ നന്ദുജിത്ത് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓട്ടോ ഓൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇത് ഇത്രയും നമ്മൾ ഇതിൽ ചെയ്യും. പിന്നെ കൂടാതെ ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രിഫറൻസിൽ ഈ ആൻഡ്രോയിഡ് കളറില്ലേ, ഈ ആൻഡ്രോയിഡ് കളർ എന്നുള്ളതിന് നമ്മൾ പല നിറങ്ങളുള്ളതാണ് ആൻഡ്രോയിഡ് കളർ. ഈ പല നിറങ്ങളെടുക്കുമ്പോൾ ഇത് ചേഞ്ച് ചെയ്യും. ഇത് നമ്മളിപ്പോൾ നിങ്ങൾ ഓണാക്കിയാൽ കാണുന്നത് ഒരു പച്ച കളറാണ്. ഇത് പല നിറത്തിലാവുന്നതാണ്. ബട്ട് നമ്മൾ അവിടെയും പല നിറത്തിലാക്കും. കൂടാതെ അപ്പോൾ ഗൈസ്, നമ്മളിത് എഡിറ്റ് ചെയ്യാൻ പോകുന്ന ആപ്പിൻ്റെ പേരാണ് 𝗒𝚗𝚕𝚘𝚕𝚘𝚠 എന്നാണ്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. കൂടാതെ അതിൻ്റെ താഴെ തന്നെ ഞാൻ ഈ എഡിറ്റ് ചെയ്ത ആപ്പിൻ്റെ ലിങ്കും ഉണ്ട്. നിങ്ങൾക്ക് ഈ 𝗵𝚘𝚕𝚗𝚏 ഞാൻ എഡിറ്റ് ചെയ്തത് അല്ലെങ്കിൽ മോഡ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആപ്പ് എടുക്കുക. ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നത്. ആദ്യത്തെ സെലക്ട് APK ഫയൽ. നിങ്ങളുടെ ഫോണിൽ ഫയൽസ് ആയിട്ട് ഉണ്ടെങ്കിൽ APK എന്നുള്ള ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിട്ട് എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സെലക്ട് APK ഫ്രോം നമ്മുടെ ഫോണിൽ നിന്നാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്പുകളും നിങ്ങളിവിടെ കാണുന്ന. ഇവിടെ നമുക്ക് ആവശ്യമുള്ള 𝗵𝚘𝚕𝚗𝚏യിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ 2-3 ഓപ്ഷൻസ് ഇങ്ങനെ അവിടെ കാണാൻ പറ്റും. ഫുൾ എഡിറ്റ്, അത് നമ്മൾ ഇനിയാണ് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ എഡിറ്റ്, അത് നമുക്ക് ഇപ്പോൾ ചെയ്യാം, കാരണം ഏറ്റവും ഈസി വേ ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഫയൽസൊക്കെ കാണും. അതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിലെങ്ങനെ ആഡ് ഇല്ലാതാക്കാം ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫയൽസിലാണ് കിടക്കുന്നത്. നമുക്കിനി ഇമേജിൽ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഇമേജസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ഓരോ കളറായിട്ടുള്ളതാണ് ഇത്.
അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്കിതിൻ്റെ ലോഗോ മാറ്റാം. അപ്പോൾ ലോഗോ മാറ്റാൻ ഇങ്ങനെ താഴോട്ടേക്ക് ചെല്ലും വേണ്ട BT ആൻഡ്രോയിഡ്. ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവണമെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഇത് കണ്ട് ഇതേപോലെയാണ് എല്ലാ ആപ്പെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണും. ഇത് സേവ് ബട്ടണാണ് ഇങ്ങനെ അറ്റത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ റീപ്ലേസ് ബട്ടൺ. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതാണ് നിങ്ങളവിടെ ലോഗോ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ലോഗോ എടുക്കുക. അപ്പോൾ ഞാൻ അത് എടുക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ എടുക്കാൻ പോകുന്ന ലോഗോ ആണ് നിങ്ങൾ ഈ അവസാനം കാണുന്നത്. ഞാൻ അത് ക്ലിക്ക് ചെയ്യുന്നു. അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പ്രിവ്യൂ നോക്കണ്ട, അത് ക്വാളിറ്റി കുറവായിട്ടേ കാണൂ. ഇനി ബാക്കി ഈ ലോഗോസ് എല്ലാം ഞാൻ ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ എല്ലാം ബ്ലാക്ക് എല്ലാ കളറും ആക്കിയിട്ടുണ്ട്. ഇനി ഒരു കാര്യവും കൂടെ നിങ്ങൾക്ക് ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളെല്ലാം ചെയ്തില്ല, ഞാൻ ഒരു കാര്യം മാത്രം ഞാൻ ചേഞ്ച് ചെയ്തില്ല, അതിന് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഐക്കണൊരു വ്യത്യാസമുണ്ട്. അത് BT ആൻഡ്രോയിഡ് ഓഫ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ആപ്പ് ഓഫായിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കണ്ട ആൻഡ്രോയിഡിൻ്റെ ഐക്കണല്ല, അതിന് ഞാൻ ഒരു സെപ്പറേറ്റ് ഐക്കൺ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഐക്കണാണ് കൊടുക്കുന്നത്. ഇത് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തിങ് കഴിഞ്ഞു. ഇപ്പോൾ ഇമേജുകൾ മുഴുവനായിട്ടുണ്ട്. ഇനി കമാൻഡുകൾ കൊണ്ട് കോഡിംഗ് ഒന്ന് മാറ്റിയാൽ മാത്രം മതി, ആഡും കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഗൈസ്, ഈ ആപ്പിക്ക് ഫയൽ എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ കാണിച്ചു തരാം. നിങ്ങൾ ഫയൽസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ APK എഡിറ്റർ എന്നൊരു ആപ്പ് വന്ന് കാണും. അവിടെ TMP എന്നുള്ള ആപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഫോട്ടോസ് എല്ലാം കാണാം. പ്ലസ് നമ്മളെ ഇപ്പോഴത്തെ ഐക്കൺ, ഇപ്പോഴത്തെ ആപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ഇത്രയും നമ്മൾ എഡിറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഗൈസ്, ഞാൻ ഇതിലൊന്ന് പ്രസ് ചെയ്ത് നോക്കാൻ പോകുന്നു. ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ വേണം മാറ്റം. അവിടെ കണ്ട ഐക്കണല്ല ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മളുടെ ഇപ്പോഴത്തെ ഐക്കണാണ് കാണുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാറായിട്ടില്ല, കാരണം നമുക്കിനി ആഡ് കളയണം, പ്രീമിയം അൺലോക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഫോട്ടോ മാത്രമേ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുമ്പോൾ പണ്ടത്തെ ഐക്കണാണ് നോക്കണ്ട. ഇത് എടുക്കുന്ന കഴിയുമ്പോഴും ആപ്പിലല്ലാതെയും ഈ ഐക്കൺ കാണുക. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി ഇതിൻ്റെ എഡിറ്റിംഗ് തുടങ്ങാം. നമ്മളിപ്പോൾ പിക്ചർ ഇൻസേർട്ട് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആഡ് കളയുക. പിന്നെ സെറ്റിങ്സിലെ നെയിം എന്ന് പറയുമ്പോൾ നമ്മളെ പ്രിഫറൻസ് എന്നൊക്കെ കണ്ടത് മാറ്റുക. മൂന്നാമതേ ഒന്നേ ഒന്നുള്ളൂ, അത് ഈ പ്രീമിയം അൺലോക്ക് ചെയ്യുക. ഇത് 3 നമുക്ക് ചെയ്യാം. അപ്പോൾ സെലക്ട് APK കൊടുത്ത് നമുക്ക് ആ ഫയൽ, നിങ്ങൾക്ക് ആ ഫയൽ മിക്കവാറും കിടക്കുന്നത് ആൻഡ്രോയിഡ് ആപ്പ് എഡിറ്റർ എന്നുള്ള ഫോൾഡറിൽ അല്ലെങ്കിൽ APK എഡിറ്റർ എന്നുള്ളതായിരിക്കും. അപ്പോൾ എടുക്കുക. അപ്പോൾ ഗൈസ്, അപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് ഈ 3 ഇതിൽ നമ്മൾ സിമ്പിൾ എഡിറ്റ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് ഫുൾ എഡിറ്റ് റിസോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. അതിൽ ഓൾ ഫയൽസ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ കാണും. ഇതിൽ നമുക്ക് ആ ഫയൽസ് എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. അതിൽ ഫസ്റ്റ് തന്നെ അൺനോൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണും പ്ലേ സർവീസ് ആഡ് ബേസ്, പ്ലേ സർവീസ് ആഡ്, പ്ലേ സർവീസ് ആഡ്, പ്ലേ സർവീസ് ആഡ്. 4 ആഡ് എന്നുള്ള വാക്ക് കണ്ടു. ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്തില്ല, അതങ്ങ് സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ആഡെന്ന് കണ്ട ആ വാക്കുകൾ അങ്ങ് ഞാൻ ഡിലീറ്റ് ചെയ്തു. രണ്ടാമത്തെ തിങ്, നമുക്ക് ഇതിൻ്റെ ആ പ്രിഫറൻസ് എന്നുള്ളത് മാറ്റണം. അതിനായി ഈ റിസോഴ്സ് പാക്ക് അല്ലെങ്കിൽ RES, അത് റിസോഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതെടുത്തതിന് ശേഷം അവിടെ മെനു എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ആ മെനു ക്ലിക്ക് ചെയ്യുക. അവിടെ XML എന്നുള്ളൊരു ഫോർമാറ്റ് കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിച്ച് നോക്കിയാൽ കാണും നമ്മൾ ഈ ആപ്പിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ ടൈറ്റിൽ പ്രിഫറൻസസ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതങ്ങോട്ട് റേസ് ചെയ്യുക, സെറ്റിങ്സ് എന്നാക്കുക. ഓക്കെ, ഈസി. ഇനി ഡിവൈസ് സെറ്റിങ്സ് നമുക്കത് അവിടെ ഒന്ന് ഇറേസ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലൂടൂത്ത് ഷോർട്ടായി BT സെറ്റിങ്സ് ഇത് 2 ആക്കുക. ഇപ്പോൾ നമ്മളുടെ മോർ ഓപ്ഷനിൽ അവിടുത്തത് മാറിയിട്ടുണ്ട്. ഇത് സേവ് കൊടുക്കുക, അല്ലെങ്കിൽ ബാക്ക് അടിച്ച് സേവ് കൊടുക്കുക. ഇനി നമ്മളിപ്പോൾ ആഡും കളഞ്ഞു, നെയിം മാറ്റി. ഇനിയാണ് നമ്മുടെ ഈ പ്രീമിയം അൺലോക്ക്. അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്കൊരു ഫോൾഡർ കാണാം, XML. ഇതിൻ്റെ അകത്തുള്ള ഫയൽ നമുക്ക് അങ്ങനെയാണ് കാണാൻ പറ്റില്ല. ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് 3 കാണും. അതിൽ രണ്ടാമത്തെ പ്രിഫറൻസസ്, പിന്നും ഒരു പ്രിഫറൻസസ്. ആദ്യത്തെ പ്രിഫറൻസസ് ക്ലിക്ക് ചെയ്ത് വായിച്ച് നോക്കിയാൽ ഇതിൽ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ ഭാഗം എന്ന് പറയുമ്പോൾ റീസ്റ്റാർട്ട് ആഫ്റ്റർ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഭാഗമെന്ന് നിങ്ങൾ അതിൽ കണ്ടു കാണും. റീസ്റ്റാർട്ട് ആഫ്റ്റർ കാൾ, സെലക്റ്റബിൾ ഫാൾസ്, നമുക്കത് സെലക്ട് ചെയ്യാൻ കഴിയില്ല. ഇതാണ് ഇവരിതിൽ കാണിച്ച ആ പ്രീമിയം ലോക്ക്. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ ട്രൂ ആക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഓഫ് ആൾ, എല്ലാത്തിലും ആദ്യം നമുക്ക് ആദ്യത്തെ ഇത് റീസ്റ്റാർട്ട് ആഫ്റ്റർ കാൾ എന്നുള്ള ഓപ്ഷനാണ്. ഞാൻ അതിൻ്റെ മുകളിൽ ഇനബിൾഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അത് ഫാൾസ് ആക്കി കൊടുത്തു. ഞാൻ നമ്മളുടെ ഈ റീസ്റ്റാർട്ട് ആഫ്റ്റർ കാൾ ഇനബിൾഡ് ഫാൾസ് ആക്കി കൊടുത്തേക്കണം. നമ്മളതൊന്ന് ട്രൂ ആക്കി കൊടുത്താൽ മാത്രം മതി.
TRUE. അതിനുശേഷം അതിൻ്റെ താഴെ സെലക്റ്റബിൾ, അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാൻ കഴിയുമോ, അതും ഫാൾസാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ അതും ഒന്ന് ട്രൂ എന്നാക്കി കൊടുത്താൽ മതി. TRUE. പിന്നെ നമ്മൾ റിക്വയർഡ് പ്രീമിയം എന്നാണ് അതിൻ്റെ അടിയിൽ കാണിക്കുന്നത്. സമ്മറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ എഴുതി കാണിക്കുന്നത് എന്തോ അതാണെന്നാണ്. ഇപ്പോൾ അവിടെ നിങ്ങളതിൽ കണ്ട് കാണും റിക്വയർഡ് പ്രീമിയം എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ജസ്റ്റ് റിക്വയർഡ് അങ്ങോട്ട് കളയുന്നു. പ്രീമിയത്തിൻ്റെ ഇപ്പുറത്ത് അൺലോക്ക്ഡ് ബൈ നന്ദുജിത്ത് എന്നാക്കി കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെയും താഴെ നമ്മളുടെ ഇവിടെ ഒരു ഫാൾസ് കാണാം, പ്രിഫറൻസ് എന്ന് പറഞ്ഞുള്ള അവിടെ ഒരു ഫാൾസ് കാണാം. അതും ഒന്ന് ട്രൂ ആക്കി കൊടുക്കുക. അവിടെ താഴെ പിന്നെ ഒരു ഫാൾസ് എന്ന് പറഞ്ഞാൽ സെലക്റ്റബിൾ, നിങ്ങളിത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലും അവിടെ ഒരു ഫാൾസ് കാണാൻ കഴിയും. അതും ട്രൂ ആക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ തന്നെ റിക്വയർഡ് എന്നുള്ള അത് മാറ്റിയതിന് ശേഷം നമ്മൾ ഇവിടെയും സമ്മറി അങ്ങനെ ആക്കുന്നു. അൺലോക്ക്ഡ് ബൈ നന്ദുജിത്ത്. രണ്ട് സൈഡിൽ നമ്മൾ ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ജസ്റ്റ് ബാക്ക് എടുക്കുക, പിന്നെ ബാക്ക് എടുക്കുക. അപ്പോൾ സേവ് ചെയ്യണമെന്ന് ചോദിക്കും, യെസ് കൊടുക്കുക. അടുത്ത പ്രിഫറൻസ് 3 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഇതേ സംഭവം തന്നെ അവിടെയും ചെയ്ത് സേവ് ചെയ്യുക. ഇനി നമുക്ക് ആപ്പ് ബിൽഡ് ചെയ്യാം. ഇനിയും ഒരു കാര്യം തീർന്നിട്ടില്ല. നമ്മുടെ ആപ്പിൻ്റെ പേര് ഇപ്പോഴും 𝗏𝗕𝗎𝗂𝗏 തന്നെയാണ്. ഇതുവരെ മാറിയിട്ടില്ലേ എന്ന് കാണും. ഐക്കൺ മാറിയിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഈ പേര് മാറ്റണമല്ലോ. അതും ചെയ്യാം. ജസ്റ്റ് ബിൽഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെയല്ല കാണിക്കുന്നത്. എന്തെങ്കിലും ഇറർ കാണിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകളല്ല ചെയ്തത്. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ആപ്പ് മോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഏതെങ്കിലും ഫയൽ നിങ്ങൾ നെയിം ചെയ്തത് ഇററാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്ത കോഡിങ് തെറ്റാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല കാണിക്കുന്നത്. അത് ഇററായിട്ടേ കാണിക്കൂ. ഇനി ക്ലോസ് കൊടുക്കുക. ഇനി നമുക്ക് റീനെയിം ചെയ്യണം. അതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നോക്കണ്ട, ജസ്റ്റ് സെലക്ട് ആപ്പ് കൊടുക്കുക. അതിൻ്റെ അകത്ത് ആപ്പ് എഡിറ്ററിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ആ ആപ്പ് കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ വന്ന അതിൽ മൂന്നാമത്തത് കോമൺ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൻ്റെ നെയിം മാറ്റാം. ഞാൻ ആ ആപ്പിൻ്റെ നെയിം മാറ്റുന്നു. 𝗏𝗕𝗎𝗂𝗏 എന്ന് ഞാനാക്കി. പാക്കേജസിൻ്റെ നെയിം മാറ്റാം, ഞാൻ അത് മാറ്റുന്നില്ല. ഇൻസ്റ്റാൾ ലൊക്കേഷൻ നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം, വേഷം കൊടുക്കാം. ഇവിടെ എല്ലാം കൊടുത്തതിന് ശേഷം സേവ് അടിക്കാം. ഇപ്പോൾ വർക്കിംഗ് ഓൺ ഇറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇൻസ്റ്റാൾ കൊടുക്കാൻ പോയി. ഇങ്ങനെ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതല്ലാതെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്ന സെറ്റിങ്സിൽ കയറി ഈ ആപ്പിന് ഇൻസ്റ്റാളേഷൻ ഇനേബിൾ ചെയ്യാനായും അത് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫയൽസിൽ ആപ്പ് എഡിറ്ററിൽ കാണും. ഞാൻ ഇൻസ്റ്റാൾ കൊടുക്കുന്നു. 𝗏𝗕𝗎𝗂𝗏 എന്നതിൻ്റെ പേര് മാറിയ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ മൊത്തത്തിൽ അതിനെ മാറ്റി. പക്ഷേ എനിക്ക് ഒരു കാര്യം മാത്രമേ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അതെന്താണെന്ന് പറഞ്ഞുതരാം. അത് പ്രീമിയം ഒന്നുമല്ല. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓപ്പൺ കൊടുക്കുകയാണ് ഞാൻ. ഇപ്പോൾ നമ്മുടെ ആപ്പിൽ നോർമലി കാണിക്കുന്നത് പോലെ തന്നെ കാണിക്കുന്നു. എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ മതി. അടുത്തത് ഇതിൽ നോർമലി കാണിക്കുന്ന പോലെ തന്നെ കാണിക്കുന്നുണ്ട്. കൂളടിക്കുക. ഇപ്പോൾ മുഴുവനായിട്ട് മാറിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ മുഴുവൻ കസ്റ്റം ചെയ്തിട്ടുണ്ട്. കാര്യം 𝗏𝗕𝗎𝗂𝗏 ഫുള്ളി നെയിമും ഐക്കണും മാറി. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ആകപ്പാടെ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രശ്നമുള്ളത്. വേണ്ട അപ്ഡേറ്റ് പ്രീമിയം ഉള്ളി ഇത്ര റുപ്പീസ് എഴുതിയിട്ടുണ്ട്. ഇതെനിക്ക് മായ്ക്കാൻ കഴിയില്ല. ഇതിന് ആവശ്യമില്ല ഗൈസ്. അത് ചുമ്മാ എഴുതിയേക്കണമെന്ന് പറയാം. അതിന് ആവശ്യമില്ല. ഓൺ ചെയ്യുമ്പോൾ ഗൈസ് ഗ്രീൻ ആയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ഐക്കൺ അതാണ്. ഓഫ് ചെയ്യുമ്പോൾ ഇത്, ഓൺ ചെയ്യുമ്പോൾ ഇത്, ഓഫ് ചെയ്യുമ്പോൾ ഇത്, ഓൺ ചെയ്യുമ്പോൾ. ഇനി നമ്മളെ മോർ ഓപ്ഷനിൽ നമ്മൾ ചെയ്ത എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ മെനു എന്നുള്ള ഫയലിൽ കയറി ചെയ്ത എഡിറ്റിംഗ്. മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നെയിം മൊത്തത്തിൽ മാറി. പ്രിഫറൻസ് സെറ്റിങ്സായി, ഡിവൈസ് സെറ്റിങ്സ്, 𝗏𝗕 സെറ്റിങ്സ് എന്നായി. ഇനി അപ്പോൾ നമ്മൾ ഈ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ പോപ്പപ്പ് വരും ഗൈസ്. അൺലോക്ക് ആയിരിക്കുന്നു ഗൈസ്. നമ്മളതിൽ ഇപ്പോൾ ഞാൻ സൈഡിൽ സ്ക്രീൻ കുറച്ച് ഷോർട്ടായി. ഇപ്പോൾ ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കാണാം അത് അവിടെ ലോക്കായിരുന്നു. നമുക്ക് ഇനേബിൾ ചെയ്യാൻ ഇവിടെ നമുക്ക് ഡിസേബിൾ ചെയ്യാം, ഇനേബിൾ ചെയ്യാം. കൂടാതെ പ്രീമിയം അൺലോക്ക്ഡ് ബൈ നന്ദുജിത്ത് എന്ന് എഴുതി കാണിക്കും. നമ്മളവിടെ കൊടുത്ത ടെസ്റ്റ് പോലെ ആകുന്നുണ്ട്. ഞാൻ ആൻഡ്രോയിഡ് കളർ കൊടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ റെഡാണ്. റെഡ് കൊടുത്ത് വെച്ച് ബാക്കായ ഓൺ ആകുമ്പോൾ ഇങ്ങനെ, ഓഫ് ആകുമ്പോൾ നോർമലി കാണിക്കുന്ന പോലെ, ഓൺ ആകുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ ആൻഡ്രോയിഡ് കളർ നമുക്ക് ഇപ്പോൾ ഇത് ഇനേബിൾഡ് ആയതുകൊണ്ടാണ്. ഗ്രീൻ നമ്മൾ കണ്ടതാണ്. നമുക്ക് ബ്ലൂ നോക്കാം. ബ്ലൂ യെസ്. നമ്മൾ കൊടുത്ത ഇമേജസ് കാരണമാണ് ഇത് നമുക്കിനി ഇഷ്ടമുള്ള നമ്മളെ ഫോട്ടോ കൊടുത്താൽ പോലും വരും ഗൈസ്.
അപ്പോൾ നമുക്കിപ്പോൾ ഈ ആപ്പിൻ്റെ അൺലോക്ക് നമ്മൾ പ്രീമിയം അൺലോക്ക് ചെയ്തിരിക്കുന്നു ഈ കോഡിങ്ങിലൂടെ. ഈ കോഡിങ് കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ ഇത് നിങ്ങൾക്കും അൺലോക്ക് ചെയ്യാം, അതോടെ പഠിക്കാം. അതേപോലെ വേറെ ആപ്പുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക, എന്നിട്ട് മാത്രം ചെയ്തു നോക്കുക. ഓക്കെ ഗൈസ്, വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഞാൻ നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഞാൻ നെറ്റ് ഓൺ ആക്കിയിട്ടുള്ളതാണ്. ഇതുവരെയായിട്ട് ഒരു ആഡും കാണിക്കില്ല. മറ്റേ ആപ്പിൽ ഞാൻ കയറിയ സമയത്ത് തന്നെ എനിക്ക് MPLൻ്റെ ഒരു ആഡ് കാണിച്ചു. ഇവിടെ നിങ്ങൾക്ക് ഒരു ആഡും കാണാൻ കഴിയില്ല. അതൊരു ഗുഡ് തിങ് ആണ്. കാര്യം നമ്മളിപ്പോൾ ആഡ് റിമൂവ് ചെയ്ത് ആ 4 ഫയൽ ഡിലീറ്റ് ചെയ്തതോടെ ആഡ് പോയി കഴിഞ്ഞു. പിന്നെ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്ത വീഡിയോ